എവിടെ കണ്ണൻകുട്ടി? അത് കണ്ണൻകുട്ടിയല്ല, പൊരുക്കല്ലേ? അതാ ഇതാരാ? ഇതേതാ മിമി? ആ, റെഡിയർ കോയി മിമി. ഓക്കെ. അച്ചുകൂട്ടാ, ഇന്നെന്താ നമുക്ക് പണി? എന്താ പണിയില്ലേ? നമുക്ക് മീമികളെ പിടിക്കാൻ പോയാലോ? നമുക്ക് നമ്മളെ അവിടെ ടാങ്കിലുള്ള എല്ലാ മീമികളെയാണ് പിടിച്ചാലോ? എന്നിട്ട് നമ്മൾ പിടിച്ചാൽ എന്താ കാട്ടുക? അവിടെ എന്തൊക്കെ മീമികളാണ് അതിലുള്ളത്? പിന്നെന്താ ഉള്ളത്? കണ്ണൻകുട്ടി ഉണ്ടാ? നമുക്കൊന്ന് പോയി നോക്കാം. വാ, കമോൺ. അടിച്ച് കേറി വാ പറയും. നമ്മളെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് മീനുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലല്ലല്ലോ, ഇതിൽ ചെറിയ കുട്ടികളുണ്ടല്ലോ. ഇതാറ് ചെറിയ കുട്ടികളാ? മൂളിയമ്മേൻ്റെ കുട്ടികളാ? മൂളിയമ്മേൻ്റെ കുട്ടികളാ. അച്ചവിടെ റോഡ് സൈഡിൽ നിന്ന് ഒരു ബ്ലാക്ക് മോളിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രീഡായി കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാണ്. ഇതാരാ? ഇതേതാ മിമി? ഏത് കോയി മിമിയാ? ആ, റെഡിയർ കോയി മിമി. ഓക്കെ. മുകളിൽ പോയിട്ട് നമുക്ക് അവിടെ അച്ഛൻ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ അതിന് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിമികൾ എന്തായിന്ന് പോയി നോക്കട്ടെ നമുക്ക്. വാ. നമ്മൾ തോട്ടിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതും അതുപോലെ തന്നെ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന ആളുകളുടെ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതായിട്ടുള്ള കുറച്ച് അനാബസ് പോലുള്ള മീനുകളൊക്കെയാണ് ഇവിടെ ഈ ഒരു ഇതിലുള്ളത്, പോർഷനിലുള്ളത്. ഇത് നമ്മുടെ റെഡിയർ കോയിൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ്. ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയിട്ട് ബ്രീഡ് ചെയ്യിക്കുന്നത്. ഇതിലതിൻ്റെ മെയിൽസും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ പോർഷനിൽ അതിൻ്റെ റെഡിയർ കോയിൻ്റെ മെയിൽസും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ശരിക്കും പൈപ്പ് വെച്ച് എടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളത് മീനുകൾ ഇങ്ങനെ സൈഡിലിങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഈ 2 പൈപ്പ് വെച്ചിട്ട് നേരത്തെ തന്നെ വെള്ളം നമ്മൾ പുറത്തേക്ക് വിടുകയുണ്ടായത്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പോയി. ഇപ്പോൾ താഴത്തുള്ള ഈ പോർഷനിലുള്ള കുറച്ച് ചളി അതുപോലെ തന്നെ ആ മീനുകൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മീൻ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മീനുകളെ പിടിക്കാം. ആക്കി പിടിച്ചിട്ട് കേട്ടോ. അച്ഛൻ നെറ്റ് എടുത്തോണ്ടിട്ട്. എവിടെ കണ്ണൻകുട്ടി? അവിടെ ഉണ്ടോ? അത് കണ്ണൻകുട്ടിയല്ല, പൊരുക്കല്ലേ? ഇതൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ തന്നെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ വരാലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇതിൽ കാണുന്നില്ല. ചാടിപ്പോയിട്ടുണ്ടാവും. നല്ല മഴ പെയ്യുന്ന സമയത്ത് ചാടിപ്പോയിട്ടുണ്ടാവും. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പൊരിക്കുന്ന പറയാം. അതുപോലെ തന്നെ ഇത് അനാബസാണ്. അനാബസിൻ്റെ കുഞ്ഞുങ്ങളാണ്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അത്യാവശ്യം വലിപ്പമുള്ളത് വരെ ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് പീസസൊക്കെ ഇപ്പോൾ ഇതിൽ ബാക്കിയായിട്ടുണ്ട്. വേറെ ഒരുപാട് പരല് പോലുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ തന്നെ ചിലപ്പോൾ അടിച്ച് തിന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ടാങ്കിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടാങ്കിലേക്ക് മാറ്റിയ സമയത്ത് ഇപ്പോൾ ഇതിലൊരു കോട്ടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാമെന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു കോട്ടി എന്നാണ് പറയാം. അങ്ങനൊരു മീനുണ്ടായിരുന്നു. അപ്പോൾ അതിനെടുത്തു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള പോർഷനിലുള്ള മീനുകളെല്ലാം പിടിച്ചിട്ട് അതിലേക്ക് ഇടണം. എന്നിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യണം. ഇതിലേക്ക് തന്നെ തിരിച്ചിടണം. ഒന്നിനല്ല, എല്ലാം കൂടി പിടിക്കണം, അല്ലെങ്കിൽ ചത്തുപോകും. നമ്മൾ കാർപ്പിന് കൊടുത്തിരുന്ന ഫുഡാണ് ഇപ്പോൾ ഇതിന് ഡെയിലി ഏറ്റങ്ങൾക്ക് കൊടുക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഫിഷിൻ്റെ വേസ്റ്റ്, മീൻ കൊണ്ടുവരുന്ന സമയത്ത് മീൻ കട്ട് ചെയ്തിട്ട് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു വളർത്തി വലുതാക്കി സെറ്റാക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. നമുക്കൊരു കൗതുകത്തിൻ്റെ പുറത്ത് കുറച്ച് മീനുകളെ കിട്ടിയപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മീനുകളെ കിട്ടുന്നത് കണ്ടപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടണ്ടായത്. ചാടിപ്പോയാ? എവിടേക്കാ ചാടിപ്പോയി? എവിടെ ഒരു മീമി ചാടിപ്പോയത്? ആ, ഒന്ന് ചാടിപ്പോയില്ലേ? അപ്പോൾ അതിൽ ബാക്കിയുള്ള മീനുകളെയും കൂടി നന്നായിട്ട് നമ്മൾ പിടിച്ചെടുത്ത് ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ ഇതിൽ അനാബസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം പിടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തു. ടാങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം പിടിച്ചപ്പോൾ ബാക്കി വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ടാങ്കിൽ നിന്ന് എടുക്കാമെന്നുള്ളൊരു പ്ലാൻ തന്നെയാണ്. അതായിട്ടില്ല. അത് വെള്ളം പിടിക്കട്ടെ, എന്നിട്ടാണ്. കോഴിക്കാർപ്പിനെ യൂസ് ചെയ്യുന്ന ഫുഡാണ് ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അതാണ് ഞങ്ങൾ സാധാരണ ഇട്ട് കൊടുക്കാറ്. ഓന്തനെയാണ് ഇട്ട് കൊടുക്കാറ്. അതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നാൽ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇതിലേക്ക് വെള്ളം ഇപ്പോൾ നമ്മൾ
സൈഫോൺ വെച്ചിട്ട് ഇപ്പോൾ ഇതിലേക്ക് വെള്ളം നമ്മൾ ടാങ്കിൽ നിന്ന് മറ്റേ ടാങ്കിൽ നിന്ന് നമ്മൾ പിടിക്കും. അപ്പോൾ ഇതിൽ ഏകദേശം കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ ബാക്കി മഴ സമയത്ത് മഴ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഇത് തോട്ടിൽ മീനായതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും കാണാം. ഇതിലേക്ക് വെക്കി, ഇതിലേക്കല്ലേ നമുക്ക് വെള്ളം ആവശ്യമുള്ളത്. അപ്പോൾ ഇതിലേക്ക് വെക്കിട്ടാ. അവിടെ നമുക്ക് മീൻ ആക്കിയിട്ട് ആക്കിട്ടോ. ബക്കറ്റ് പിടിച്ചിടാം. അച്ചുകൂട്ടി ഒറ്റക്കിടും. അതാ ശ്രിമ്പുണ്ടാ? നമുക്ക് നോക്കാം ശ്രിമ്പുണ്ടാന്ന്. എവിടെ ശ്രിമ്പ്? ഇത് ആദ്യത്തെ നമ്മുടെ ശ്രിമ്പ് ടാങ്കാണ്. വലുത് റെഡ് ശ്രിമ്പാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ശ്രിമ്പുകളൊക്കെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കും തിരക്കായിട്ട് കാണുന്നുണ്ട്. നോക്കിയ സമയത്ത് ഒന്നുപോലും ഇല്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു 3-4 ശ്രിമ്പുകളൊക്കെ ഇപ്പോൾ ഇതിലേക്ക് കാണുന്നുണ്ട്. ഇനി ബാക്കിയും കൂടി അതിൽ പെറ്റി പെരുകുമെന്ന് പ്രതീക്ഷിക്കാം. പിടിക്കാൻ പറ്റൂല, ചെറിയൊരു സീബ്ര മീമല്ലത്. ഇവിടെ ആരാളേ? ഇതിലാരല്ലേ? ഇത്തോക്കനാ